വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. போட்டோ இவங்க நிக்காத மாதிரி ஒரு எம்டி மட்டும் இருக்கு. அண்ணா எல்லாம் இப்படி வந்துருங்க. ராஜுல் ஒரு வைட் இது மாதிரி இதோட கட் பண்ணு. பிரகாஷ் இப்படி வந்துருங்க. இது ஒரு எம்டி. തമിഴ്നാട്ടിൽ ബിജെപിയുടെ അവസ്ഥ ഗോവിന്ദയാണ് കേട്ടോ. ഇനി അടുത്ത കാലത്തൊന്നും സീറ്റൊന്നും ലഭിക്കാൻ ഒരു സാധ്യതയുമില്ല. അടുത്തൊരു തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ ലഭിച്ച വോട്ടിന്റെ പകുതിയായിരിക്കും ലഭിക്കുക. കാരണം അമ്മാതിരി ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുള്ളത്. ബി ജെ പിക്ക് നേരത്തെ അവരുടെ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരായി വോട്ട് ചെയ്ത തലക്കകത്ത് ഇത്തിരിയെങ്കിലും വെളിവുള്ള ലേശം ഉളുപ്പുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ട് എങ്കിൽ അവൻ ഇനിയുള്ള തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വോട്ടിടില്ല. കാരണം അമ്മാതിരി വീഡിയോ ആണ് സൈബർ ലോകത്തെ തിന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഷൂട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയത്. അല്ല കാതറെ, ഒരു ഫോട്ടോ ഷൂട്ട് നടത്തുന്നതിൽ ഇത്ര വലിയ തെറ്റ് എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഷൂട്ട് നടത്തിയത് സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫോട്ടോ ഷൂട്ട് നടത്തിയ സ്ഥലം സ്റ്റുഡിയോയുമല്ല. പിന്നെ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ പ്രളയബാധിത പ്രദേശങ്ങളിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഫോട്ടോ ഷൂട്ട് നടത്തിയത്. അതിന്റെ ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ആ ഫോട്ടോ ഷൂട്ടിലെ ചില വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഒരു തോണിയിൽ വരുന്നു, കൂടെ സഹപ്രവർത്തകരുടെ കൂടെ ക്യാമറയും തൂക്കിയിട്ട് രംഗത്ത് വന്നിരിക്കുന്ന കുറച്ച് ക്യാമറാമാൻമാർ. അവർ പറയും, അതിനനുസരിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഭിനയിക്കും. അവർ പറഞ്ഞ ചില വാക്കുകളിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അയ്യ, ഒന്ന് പിറകിലോട്ട് വരൂ, പൊസിഷൻ ശരിയാവുന്നില്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ശരിയാവില്ല. അവരോട് കുറച്ച് അഭ്യർത്ഥനയുടെ രീതിയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് പറയും. രക്ഷിക്കണേ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയും. അതുപോലെ തന്നെ നമുക്ക് 2-3 പൊസിഷനിൽ ഫോട്ടോകൾ എടുക്കാം. അതാവുമ്പോൾ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഫോട്ടോ സ്വീകാര്യമായിട്ട് മാറും എന്നുള്ളതാണ് ഫോട്ടോഗ്രാഫർ പറയുന്നതിന്റെ ചുരുക്കം ചില വാക്കുകൾ. ഇതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാകും. അത്രത്തോളം തരം താണ ദൃശ്യമാണ് നവമാധ്യമങ്ങളിൽ വൈറലാകുന്നത്. എന്തായാലും തമിഴ് മക്കൾ 8ന്റെ പണിയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവെച്ച് നൽകുന്നത്. ഇപ്പോൾ മലയാളികളുടെ കൈകളിലും ഈ വീഡിയോ എത്തിയത് കൊണ്ട് തന്നെ ഇവരുടെ കാര്യം ഗോവിന്ദയാണ്. ട്രോൾ പേജുകളിൽ ഈ വീഡിയോ നിറഞ്ഞു കവിയുകയാണ്. മലയാളത്തിലെ എല്ലാ ന്യൂസ് ചാനലുകളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ട്വിറ്ററിൽ അടക്കം ട്രെൻഡിങ്ങിലാണ് ഈ വീഡിയോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എന്തായാലും ബി ജെ പി നേതാക്കളുടെ തനി നിറം ഈ വീഡിയോയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്തിനാണ് ഇവർ പ്രളയ പ്രദേശങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഈ ഫോട്ടോഷൂട്ട് പുറത്തു വരുമ്പോൾ എല്ലാം നാടകമേ ഉലകം എന്നാണ് മാധ്യമങ്ങൾ ഇതിന് വിശേഷിപ്പിക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.